വെൽക്കം ടു ഫുഡ് ടാഗ്. ചെറുപയർ കൊണ്ട് തേങ്ങയൊന്നും ചേർക്കാതെ നല്ലൊരു നാടൻ മുളകൂഷിയാണ് കാണാൻ പോണത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചോറിനും കഞ്ഞിക്കൊക്കെ ബെസ്റ്റാട്ടോ ഈ ഒരു മുളകൂഷ്യം. ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുളകൂഷി ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1 കപ്പ് ചെറുപയറാണ് എടുക്കുന്നത്. ഈ ഒരു ചെറുപയർ നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്തിട്ട് ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാം. ഞാൻ ഇന്ന് അല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ അമ്മ അതൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട ശേഷം അടച്ച് വെച്ച് നന്നായിട്ട് കുക്കാവണ വരെ വേവിച്ചെടുക്കണം. ചെറുപയർ വേവണ നേരം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. മുമ്പ് കാലത്ത് സവാളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് കേട്ടോ ഇതുപോലെ അരപ്പിനായിട്ട് ഉപയോഗിക്കുക. ഇപ്പം ഞാൻ എളുപ്പത്തിന് സവാള എടുത്തു എന്ന് മാത്രം. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരണം. ഇനി ചെറുപയർ വെന്ത ശേഷം അതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഷട്ടവടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു മുളകൂഷി കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. പിന്നെ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ ഉപ്പ് ചേർത്തത് പോരാത്തത് കൊണ്ടാണ് വീണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചേർത്ത അരപ്പിൻ്റെ പച്ചവാസനയൊക്കെ പോകാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. ഈ ഒരു കറി ചപ്പാത്തിക്ക് നന്നായിരിക്കില്ല. ചപ്പാത്തിക്ക് ഇതുപോലെ വേറൊരു കറിയുണ്ട്, അത് ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു കറി ചോറിനും കഞ്ഞിക്കൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ മുളകൂഷ്യം റെഡിയാവും. അപ്പോൾ ഈ ഒരു കറിയിൽ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ വേറെ വെള്ളം വേറെ നിൽക്കരുത്. ഇത് രണ്ടും ഒന്നായിട്ട് നന്നായിട്ടൊരു കുഴഞ്ഞ രൂപത്തിലുണ്ടെങ്കിലാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അത് അതുപോലെ വേണം ഉണ്ടാവാനായിട്ട്. ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് അധികം സമയം എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. താങ്ക്